ബ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ കാൻറ്റിഗ്നറി പാർക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു നല്ലൊരു മിലിറ്ററി ബേസ്ഡ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു പാർക്കാണ് കേട്ടിട്ടുള്ളത്. അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് വിസിറ്റിംഗ് സെൻറ്റർ എത്തി. വിസിറ്റിംഗ് സെൻറ്ററിൽ നിന്ന് നമ്മുടെ പാർക്കിംഗ് ഇവിടെ തന്നെയാണ്. കൊടികളാണ് നല്ല രസമുണ്ട്. ബസ്സിൻ്റെ കൂടെ ഇങ്ങനെ നിർത്തി വെച്ചത്. പാർക്കിംഗ് എത്തി. ഇവിടെ നമ്മൾ ഈ കാൻറ്റിഗ്നറി പാർക്കിൻ്റെ അകത്ത് കയറി. ഇത് ബേസിക്കലി 1894 ജോസഫ് മെഡിൽ അദ്ദേഹമാണ് 108 ഏക്കറുള്ള സ്ഥലം പർച്ചേസ് ചെയ്ത് ഏകദേശം $15,000 ഇവിടെ വീടൊക്കെ ഉണ്ടാക്കിയിരുന്നു പ്രോപ്പർട്ടിയിൽ. പിന്നെ അവരുടെ മകൾ കാത്തറിൻ മെഡിലിന് കൊടുത്തു. മരുമകൻ റോബർട്ട് എഫ് മെക്കോർമിക്, റോബർട്ട് ആർ മെക്കോർമിക് അവരെ കാത്തറിൻ്റെ മോനാണ്. അവരെ വെച്ചാണ് സ്ഥലം മാനേജ് ചെയ്യുന്നത്. പിന്നെ ഈ റോബർട്ട് ആർ മെക്കോർമിക്കിൻ്റെ പേരിലാണ് പിന്നെ ഈ സ്ഥലം ഉണ്ടായത്. കാത്തറിനും അല്ലെ റോബർട്ട് എഫ് മെക്കോർമിക്കും കൂടി ഈ സ്ഥലം $1 റോബർട്ട് ആർ മെക്കോർമിക് കൊടുത്തു. റോബർട്ടാണ് ഇത് കാൻറ്റിഗ്നറി ഫാം ആക്കിയത്. ടു ഹോണർ ഹിസ് ഫെലോ സോൾജിയേഴ്സ് ഓഫ് ദ US Army ഫസ്റ്റ് ഡിവിഷൻ. ഇതൊരു ഏകദേശം 40 വർഷത്തോളം 1940s വരെ എല്ലാ വർഷവും പിക്നിക്ക് സ്ഥലം പോലെ ആർമിക്കാരൊക്കെ പിക്നിക്കിന് പോലെ വരുന്ന സ്ഥലമാണിത്. ഹിസ്റ്ററിയുടെ എഴുതിയിട്ടുണ്ട്. ഇയർ വൈസ് ഇതിൻ്റെ പ്രോഗ്രഷൻ എഴുതിയിട്ടുണ്ട്. $2014 വരെ 16 2016 Phase 3 2022 Final Restoration, Renovation and Conservation. General Robert McCormick. ഞങ്ങളുടെ ബെസ്റ്റ് സെൻറ്റർ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇതിനൊരു മാപ്പ് വരുന്നുണ്ട്. ഇവിടുത്തെ ഒരു വലിയൊരു ബെല്ലുണ്ട്. അവിടെ അപ്പുറത്ത് ഫൗണ്ടൈൻ ഉണ്ട്. അങ്ങനെ പോയി നോക്കട്ടെ. Liberty Bell. This is one of only 7 exact replicas of the Liberty Bell located in historic Independence, Philadelphia. ഇവിടെ നല്ലൊരു ഫൗണ്ടൈൻ ഉണ്ട്. ഇവിടെ 2 സൈഡിലും കുറേ ചെടികളും ഒക്കെ നല്ല വാക്കിംഗ് പാത്തുണ്ട്. ഒരുപാട് തേനീച്ചകളുണ്ട്. തേനീച്ചകൾ പറഞ്ഞപ്പോഴും തേനീച്ച വന്നു പോയി. തേനീച്ചകൾ ഒരുപാടുണ്ട് ഇവിടെ. നല്ല ഫോട്ടോജനിക് സ്ഥലമാണ്. അവിടെ അങ്ങേയറ്റത്തൊരു യെല്ലോ ചെയറുണ്ട്. ഇതേപോലെ ഇവിടെ അതാ ഒരു യെല്ലോ ചെയർ, ഒരു നല്ലൊരു ഭംഗിയുള്ള സ്പോട്ട്. അവിടെ യെല്ലോ ചെയർ ഫൗണ്ടൈൻ്റെ അടുത്തുണ്ടായിരുന്നു. അവിടെ ഒരാൾ ഓട്ടോമാറ്റിക് ഇട്ട് കണ്ടോ. എന്താണ് മൂവിങ് ആണല്ലോ, ക്ലീൻ ചെയ്യുന്ന പുല്ലുവെട്ടാണ്. മെക്കോർമിക് ഹൗസ് എത്തി. ഇവിടെ നല്ലൊരു ചെറിയൊരു നല്ല ഭംഗിയുള്ളൊരു പോണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെക്കോർമിക് ഹൗസിൻ്റെ ഗൈഡഡ് ടൂർ ഉണ്ട്. ടിക്കറ്റ്സ് ഫ്രീ ആണ് നമുക്ക് പാർക്കിംഗ് ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മളത് ബുക്ക് ചെയ്തു. ഇപ്പോൾ ജസ്റ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തു 4 PM. ഇപ്പോൾ 3:50 ആണ് സമയം. 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റൊന്ന് നോക്കിയിട്ടേ പോവാമെന്ന് വിചാരിച്ചു. അതിൻ്റെ എൻട്രൻസിൽ കയറാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ടേബിളും കുറച്ച് കസേരയൊക്കെ വെച്ചിട്ടുണ്ട്. ടേബിളും ചെയറും ഡൈനിങ് ടേബിളാണ്.
2, 3, 4. Come on. Electro piano. ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് back into the home of Canon Robert McCormick until his death in 1955. Going over there. Houston. ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് ഇവിടെയാണെങ്കിൽ സെക്കൻഡ് ഫ്ലോർ. മെക്കോർമിക് ഹൗസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. But we can't go on top. Dang, I wish I could fish here. It's gonna be too നല്ല easy. മീനുകൾ ഒരുപാട്. Wait, there's a lot of fishes on top. റോസ് ഗാർഡൻ ഉണ്ട്, അത്യാവശ്യം വലിയ റോസ് ഗാർഡൻ തന്നെയാണ്. അവിടെ മ്യൂസിയം ഉണ്ട്, അതിൽ പോകണം. അതുകൊണ്ട് ഇത് ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല ഈ റോസ് ഗാർഡൻ. അത്യാവശ്യം തെറ്റില്ല, വലിയ ഒരു റോസ് ഗാർഡനാണ്. പലതരം വെറൈറ്റീസ് ഓഫ് റോസസ് ഉണ്ട്. നല്ല ഗാർഡൻ ഉണ്ട്. ഇതാ റോസ് ഗാർഡൻ നേരെ ഓപ്പോസിറ്റാണ്. ഇത് റോസ് ഗാർഡൻ്റെ മറ്റേ സൈഡാണ്. ഒരു വലിയൊരു ടാങ്ക് ഉണ്ട് ഇവിടെ. ഫസ്റ്റ് ഡിവിഷൻ മ്യൂസിയം. പലതരം ടാങ്കുകൾ ഇവിടെ ഉണ്ട്. US Army 12C65668 M551 എയർബോൺ അസോൾട്ട് വെഹിക്കിൾ. അതാണിത്. അടുത്ത മെഷീൻ ഫീച്ചറുണ്ട്. ഇതിനടുത്ത് ഈ പോകാൻ പറ്റില്ല, അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. M60 മീൻ ബാറ്റിൽ ടാങ്ക് പാറ്റേൺ 51 tons. ഡിവിഷൻ മ്യൂസിയം അതാണിത്. ഇവിടെ വേൾഡ് വാർ സമയത്തുള്ള എന്തൊക്കെയോ എഴുതിച്ചിട്ടുണ്ട്. അകത്ത് പോയോട്ടെ. 16 ഇൻഫാൻട്രി റെജിമെൻറ്റ് ഇന്ത്യൻ വാർ. ഇവിടെയുള്ള ഇന്ത്യനൊക്കെ നമ്മുടെ ഇന്ത്യയല്ല, റെഡ് ഇന്ത്യൻസ് ആ ഇന്ത്യനായിരിക്കും. നേറ്റീവ് അമേരിക്കൻസ്. ഫസ്റ്റ് ഡിവിഷൻ മ്യൂസിയം കയറി നോക്കട്ടെ. മ്യൂസിയത്തിനകത്ത് കയറി 5 o'clock നടക്കി 50 minutes ബാക്കിയുള്ളൂ. 50 minutes ബാക്കിയുള്ളൂ. പോയിക്കോട്ടെ. മലബാർ 1914 to 1918. വാറിൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്.
നല്ല വലിയാണ്. Friends. Exit time. Food hall at the Europe, 1944. March 23. Vietnam War, 1955-1975. The first Asian device. മ്യൂസിയത്തിൻ്റെ പുറത്തേക്ക് വന്നു. വേൾഡ് വാർ 1, വേൾഡ് വാർ 2 ഒക്കെ ഒരുപാട് ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്. ഒരുപാട് രക്തച്ചൊരിച്ചിലുകൾ നടന്നു, ഒരുപാട് രക്തച്ചൊരിച്ചിലുകൾ നടന്ന കാലഘട്ടങ്ങൾ. വേൾഡ് വാർ 1, വേൾഡ് വാർ 2, വിയറ്റ്നാം വാർ. 41A3. കുഞ്ഞ് തന്നെ മേലെ കയറി വെടിവെക്കാനിടയിരിക്കുന്നു. M24 ടാങ്ക്. അടുത്തൊരു ടാങ്ക് ഇതാ. അടുത്ത ടാങ്ക് ഇതാണ്. M5 ലൈറ്റ് ടാങ്ക്. ഇവിടെ ഈ അതിൻ്റെ മേലെ ചാടുമ്പോഴൊക്കെ വീണാലൊന്നും പറ്റാതിരിക്കാനായിരിക്കും. ചോറ് നല്ല സ്മൂത്താണ്, സോഫ്റ്റ്. കണ്ട ടാറാണ് തോന്നും, പക്ഷേ ഇത് സോഫ്റ്റാണ്. ചെറിയ മെഷീനും കൂടി ഉണ്ട്. M1917 ഫസ്റ്റ് ആൻഡ് കോ. Hi guys. Spirit of commitment. ഒരു സ്റ്റാച്ചു, നല്ല ഭംഗിയുള്ള സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. The strength of national. Yeah, looks nice. ഈ കാൻഡിഗ്നറി പാർക്കിൽ നിന്ന് ഏകദേശം കണ്ടു. ഈ പാർക്ക് ഇനി എത്ര നേരം ഇരിക്കാം. ഇനി ശകലം മഴ ചാറുന്നുണ്ട്. അപ്പോൾ വേഗം പാർക്കിംഗ് ഏരിയ പോയിട്ട്
വണ്ടി പിടിച്ച് പോകണം. അതാ ഫോട്ടോഷൂട്ടുണ്ട് റോഡിൽ. ഇവിടെ നല്ല ഫ്രീ ആണ്, വണ്ടികളൊന്നുമില്ല ഈ റോഡിൽ. ജസ്റ്റ് അവരെ പെട്രോളിയം വണ്ടി പോലത്തെ ഒരു വണ്ടി പോകുന്നുള്ളൂ. ഈ മഴ പെയ്യുന്നതിന് മുമ്പേ പാർക്കിൽ പോകണം. ഇതാ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഇതായിരിക്കുന്നു. It's not working. It's not on right now. You want to try to climb it? Or Look how old it is. കുഞ്ഞതാ ടാങ്ക് കയറി കഴിഞ്ഞ് കയറുന്നുണ്ട്. കയറാം, കുട്ടികൾക്ക് കയറാം, അതൊന്നും പ്രശ്നമില്ല. 226E4 ഹെവി ടാങ്ക് 10/509. 140 is medium tank in there. കുഞ്ഞതാ ഇതിൽ കയറുന്നു. തിരിച്ച് നമ്മൾ വിസിറ്റിംഗ് സെൻറ്റർ എത്തി. വിസിറ്റർ സെൻറ്ററിൽ നിന്ന് നമ്മൾ പാർക്കിംഗ് ഇവിടെ തന്നെയാണ്. അങ്ങനെ കാൻഡിക്നി പാർക്കിൽ നിന്ന് നമ്മൾ താൽക്കാലികമായി ഇവിടെ പറയുകയാണ്. പാർക്കിംഗ് ഏരിയ അവിടെ ഇതാ. കാർ അവിടെയാണ് പാർക്കിംഗ് ചെയ്തത്. കാറെത്തി. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ ഈ കാൻഡിക്നി പാർക്കിൽ നിന്ന് വിട പറയുകയാണ്. ഗുഡ് ബൈ.